താലിബാൻ സർക്കാർ ഭരണത്തിൽ വന്നപ്പോൾ അഫ്ഗാൻ ജനത ശുഭപ്രതീക്ഷയിലായിരുന്നു. തങ്ങൾ മുൻകാലങ്ങളിൽ അനുഭവിച്ച ക്രൂരതകൾക്ക് ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു അറുതി ഉണ്ടാകുമെന്ന് അവർ കരുതി. എന്നാൽ താലിബാൻ സർക്കാർ രാജ്യത്തെ വർഷങ്ങളോളം പിന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അന്നും ഇന്നും അവിടെ സ്ത്രീകൾക്ക് പോലും യാതൊരുവിധ സ്വാതന്ത്ര്യവും നൽകുന്നില്ല. അവർക്ക് മേൽ കടുത്ത രീതിയിലുള്ള ക്രൂരതകൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നതാണ് ഇപ്പോൾ വാസ്തവം. എന്നാൽ പുതുതായി ഇപ്പോൾ താലിബാൻ ഭരണകൂടം കൊണ്ടുവന്ന ക്രിമിനൽ നിയമങ്ങൾ അത് വലിയ രീതിയിലുള്ള ആശങ്കകളാണ് സൃഷ്ടിക്കുന്നതെന്നതാണ് മനുഷ്യാവകാശ സംഘടനകൾ ഇതിനോടായി തന്നെ അവകാശപ്പെടുന്നത്. മതപണ്ഡിതന്മാർ അടങ്ങിയ വിഭാഗത്തെ ആ നിയമത്തിന് അധീതരാക്കി നിർത്തിയെന്നും ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതേസമയം സ്ത്രീകളെ തല്ലുന്നതിനും പുതിയ നിയമം ഭർത്താക്കന്മാർക്ക് അനുവാദം നൽകുന്നു എന്നതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത. സ്ത്രീകളെ അവിടെ ഭർത്താക്കന്മാർക്ക് തല്ലാമെന്നും എന്നാൽ പരിക്കേറ്റാൽ 15 ദിവസത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നാണ് പുതിയ നിയമത്തിലുള്ളത്. ഇത്രയധികം വിചിത്രമായ ഒരു നിയമമാണിപ്പോൾ അവിടെ പാസ്സാക്കിയിരിക്കുന്നതും. അതേസമയം ഭർത്താവിന്റെ അനുവാദമില്ലാതെ തന്നെ സ്ത്രീകൾ ബന്ധുവീട്ടിൽ സന്ദർശനത്തിന് പോയാൽ അവർ അവിടെ 3 മാസം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും പറയുന്നു. ജനുവരി ആദ്യമാണ് പുതിയ ക്രിമിനൽ കോഡ് താലിബാൻ സർക്കാർ പുറത്തിറക്കിയതും. അവിടെ സമൂഹത്തെ 4 വിഭാഗമായി തന്നെ തിരിച്ചുകൊണ്ടായിരുന്നു ഈ നീതി നടപ്പാക്കിയതെന്നതാണ് ഏറ്റവും വിരോധാഭാസമായ കാര്യം. കാരണം പാവപ്പെട്ടവന് ചാട്ടവാറടിയും എന്നാൽ അവിടെ പണ്ഡിതന്മാർക്ക് ഉപദേശവും മാത്രമാണ് നൽകുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ സ്ത്രീകൾക്ക് നേരെ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാനും ഈ നിയമം അവിടെ അനുശാസനം അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിക്കാൻ അവർക്ക് അനുവാദം നൽകുന്നു എന്നതാണ് ഈ നിയമത്തിൽ എടുത്തു പറയുന്ന കാര്യം. അതേസമയം സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വലിയ വിലകൾക്കും നൽകേണ്ട അല്ലെങ്കിൽ ഒരു പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുകയാണ്. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അനുവാദമില്ലാതെ ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. ഇത് സ്ത്രീകളെ വലിയ രീതിയിലുള്ള ശിക്ഷകൾക്ക് വിധേയരാക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. സ്ത്രീകളെ തല്ലുന്നതിനും പുതിയ നിയമം ഭർത്താക്കന്മാർക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. സ്ത്രീകളെ ഭർത്താക്കന്മാർക്ക് തല്ലാമെന്നും എന്നാൽ പരിക്കേറ്റാൽ 15 ദിവസത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നതാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഇവർക്ക് ഒരിടത്തും ഇനി സന്ദർശിക്കാൻ കഴിയില്ല. അതിലും സ്ത്രീകൾ കൂടുതലായി തന്നെ അവിടെ വലിയ രീതിയിലുള്ള ക്രൂരതകൾ അല്ലെങ്കിൽ ഈ ക്രൂരതകളോട് അവിടെ പോരാടേണ്ടി വരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. കുട്ടികൾക്ക് എതിരായ തന്നെ ശാരീരിക മാനസിക ലൈംഗിക അതിക്രമങ്ങൾ പോലും അവിടെ നിസ്സാരവൽക്കരിക്കുകയാണ് മറ്റു വ്യവസ്ഥകൾ ചെയ്യുന്നത്. ഗുരുതരമായ പരിക്കുകൾക്ക് കാരണമാകുന്ന അക്രമം മാത്രമാണ് നിയമം കുറ്റകരമായി തന്നെ കാണുന്നത്. പ്രാർത്ഥന മുടക്കിയാൽ 10 വയസ്സ് പ്രായമുള്ള കുട്ടികളെ പോലും പിതാവിന് ശിക്ഷിക്കാൻ അവിടെ നിയമം അനുവാദം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ അധർമ്മികളുടെ സ്ഥലങ്ങൾ എപ്പോൾ വേണമെങ്കിലും അടച്ചുപൂട്ടാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു വ്യവസ്ഥ. അധർമ്മികളുടെ സ്ഥലങ്ങൾ എന്താണ് എന്ന് അല്ലെങ്കിൽ ഏതാണ് എന്ന് കൃത്യമായ നിർവചനവും അവിടെ നിയമത്തിനില്ല. ബ്യൂട്ടി സലൂണുകൾ അതുപോലെ തന്നെ ബാർബർ ഷോപ്പുകൾ മറ്റു പൊതു ഇടങ്ങൾ എന്നിവ എപ്പോൾ വേണമെങ്കിലും അടച്ചുപൂട്ടാമെന്ന നിയമം അവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നതാണ് വിമർശനം. നൃത്തം ചെയ്യുന്നതിനും നൃത്തം കാണുന്നതിനും അവിടെ നിയമവിരുദ്ധമാവുകയാണ്. എന്നാൽ നൃത്തവുമായി അല്ലെങ്കിൽ നൃത്തമായി കണക്കാക്കുന്നത് എന്താണ് എന്നത് ഇവിടെ വിശദീകരിക്കുന്നതുമില്ല. പുതിയ നിയമത്തിലെ വ്യവസ്ഥകൾ അന്യായമായ അവിടെ അറസ്റ്റുകൾക്കും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ തടയുന്നതിനും കാരണമാകുന്നു എന്ന വിമർശനമടക്കമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.